ഹലോ, 7ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രം ആനുവൽ എക്സാമിന് വരാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രവർത്തനം 8 നോക്കാം. നിങ്ങൾക്ക് ഇതുപോലൊരു പിക്ചർ തരും അല്ലേ? ഇതൊരു ജലാശയത്തിൻ്റെ പിക്ചറാണ്. അപ്പോൾ ഈ ചിത്രം നിരീക്ഷിക്കുക. ജലാശയത്തിന് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? പ്ലാസ്റ്റിക് മാലിന്യങ്ങളും രാസവസ്തുക്കളൊക്കെ നമ്മൾ അതിലേക്ക് വലിച്ചെറിയുന്നത് കൊണ്ടാണല്ലേ. അതുപോലെ തന്നെ അറവുശാലകളിൽ നിന്നുള്ള വേസ്റ്റ്, ചിക്കൻ്റെ ഒക്കെ വേസ്റ്റ് കൊണ്ടുപോയിടും. പിന്നെ വാഹനങ്ങളൊക്കെ എന്ത് ചെയ്യും, കഴുകും അല്ലേ, ജലാശയത്തിൽ വെച്ച് കഴുകും. അപ്പോൾ അതിൽ നിന്നുള്ള വേസ്റ്റ് വരും. അങ്ങനെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന വേസ്റ്റ് എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇങ്ങനെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമായതല്ലേ. ജലമലിനീകരണം തടയാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്ന് എഴുതാം അല്ലേ. പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക, അതുപോലെ തന്നെ മൃഗങ്ങളുടെയൊക്കെ വേസ്റ്റ് കൊണ്ടേ കളയാതിരിക്കുക, പിന്നെ വാഹനങ്ങളൊന്നും അവിടെ നിന്ന് കഴുകാതിരിക്കുക അല്ലേ. പിന്നെ ഫാക്ടറികളിൽ നിന്ന് വരുന്ന രാസമാലിന്യങ്ങൾ ഒഴിവാക്കുക, ഇങ്ങോട്ടേക്ക് പാസേജ് കൊടുക്കാതിരിക്കുക അല്ലേ. യെസ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ വളരെ സിമ്പിളാണ്. നമുക്കത് എക്സ്ട്രാ പഠിക്കേണ്ട കാര്യമില്ല, നമുക്കത് ഗസ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ശബ്ദമലിനീകരണം ഉണ്ട്, പിന്നെ ലൈറ്റ് പൊല്യൂഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. യെസ്. അപ്പോൾ ഇനി അടുത്തൊരു പിക്ചർ നോക്കാം. ഇത് ചന്ദ്രഗ്രഹണമാണ് കേട്ടോ. ഇത് ഏത് ഗ്രഹണത്തെ സൂചിപ്പിക്കുന്നു? ഓക്കെ, അപ്പോൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകണം ഇത് ചന്ദ്രഗ്രഹണമാണ് അല്ലേ. യെസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് സൂര്യഗ്രഹണത്തിൻ്റെ പിക്ചറും ഒന്ന് പഠിച്ച് വെക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിലെ സിയുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സി എവിടെ? സി കണ്ടോ? സി കണ്ടല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താണ്? ചന്ദ്രൻ പൂർണ്ണമായും മറക്കപ്പെടുന്നുണ്ട് അല്ലേ. യെസ്. എവിടെ? സി കണ്ടില്ലേ, ഇവിടെ ചന്ദ്രൻ ഫുള്ളായിട്ട് അങ്ങോട്ട് മറക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് അവിടെ ചന്ദ്രഗ്രഹണം സാധ്യമാകുന്നത് കേട്ടോ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാം, എന്നാൽ സൂര്യഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കരുത്. സൂര്യഗ്രഹണ നിരീക്ഷണ മാർഗ്ഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? സോളാർ ഫിൽറ്റർ ഉണ്ട്, അതുപോലെ തന്നെ പിൻഹോൾ പ്രൊജക്ടർ ഉണ്ട്, ടെലിസ്കോപ്പ് പ്രൊജക്ടറും ഉണ്ട്. ഓക്കെ. ഇനി 5ാമത്തെ പ്രവർത്തനം നോക്കാം. മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഐസിട്ട മത്സ്യം പാചകം ചെയ്യുന്നതിന് മുമ്പ് കുറേ തവണ കഴുകണം എന്ന് അമ്മ പറഞ്ഞു. അതിലേതോ രാസവസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് അമ്മ സംശയിച്ചു. ഈ സംശയം ശരിയാണോ? ശരിയാണല്ലേ. എന്തായിരിക്കും അതിൻ്റെ കാരണം? അപ്പോൾ മീൻ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഐസ് ഘനിക്കുന്നതിന് ചേർക്കുന്ന അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തുവാണ് ചേർക്കുക അല്ലേ. ഈ ഐസ് എന്താവാതിരിക്കാൻ, ഘനിക്കാൻ വേണ്ടിയിട്ട് അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു നമ്മൾ ചേർക്കും. അത് ചെറിയ അളവിൽ പോലും ക്യാൻസറിന് കാരണമാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത് അല്ലേ. ഒരുപാട് തവണ കഴുകണം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മത്സ്യം ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം? നമുക്കറിയാം, ഫ്രിഡ്ജിൽ വെക്കാവുന്നത് അല്ലേ. പിന്നെ എന്ത് ചെയ്യാം? ഉണക്കി സൂക്ഷിക്കാം അല്ലേ. ഉണക്കമീൻ കൂട്ടൂല്ലേ നിങ്ങളൊക്കെ, അപ്പോൾ ഉണക്കി സൂക്ഷിക്കാം. പിന്നീട് അച്ചാറിട്ട് സൂക്ഷിക്കാം അല്ലേ, അത് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അച്ചാറിട്ടും സൂക്ഷിക്കാം. ഓക്കെ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡയാലിസിസ് ഏത് രോഗികൾക്കുള്ള ചികിത്സാ രീതിയാണ്? അത് വൃക്ക രോഗികൾക്കുള്ളതാണ് അല്ലേ. യെസ്. ചിത്രത്തിൽ 1, 2 അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക. ഒന്നേതാണ്? വൃക്കയാണ്. അടുത്തത് മൂത്രാശയം. യെസ്, ഇത് മൂത്രാശയമാണ്. ഇത് വൃക്കയാണ് അല്ലേ. യെസ്. അടുത്ത പ്രവർത്തനം നോക്കൂ. ചെമ്പരത്തിപ്പൂവ്, പതിമുഖം, മഞ്ഞൾ, ബീട്രൂട്ട്, ഫിനോഫ്തലീൻ, മീഥൈൽ ഓറഞ്ച്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന വസ്തുക്കളെ മാനദണ്ഡം ഉപയോഗിച്ച് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. യെസ്. അപ്പോൾ നമുക്ക് എങ്ങനെ തരംതിരിക്കാം? പ്രകൃതിദത്ത സൂചകങ്ങളെന്നും അതുപോലെ തന്നെ ലബോറട്ടറി സൂചകങ്ങളെന്നും പറയാം അല്ലേ. ബീട്രൂട്ട്, ചെമ്പരത്തി, പതിമുഖം, മഞ്ഞൾ. എവിടെ? ചെമ്പരത്തിപ്പൂവ്, പതിമുഖം, മഞ്ഞൾ, ബീട്രൂട്ടൊക്കെ എന്താണ്? പ്രകൃതിദത്ത സൂചകങ്ങളാണ് അല്ലേ. യെസ്. ഇനി ലബോറട്ടറി സൂചകങ്ങൾ ഏതൊക്കെയാണ്? ഈ അവസാനം വരുന്ന ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചെമ്പരത്തി ഉരച്ച പേപ്പറിൽ നാരങ്ങാനീര് ചേർക്കുമ്പോൾ വർണ്ണ പരിവർത്തനം സംഭവിക്കുന്നുണ്ടോ? ഇതിൻ്റെ ശാസ്ത്രീയ കാരണം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യില്ലേ, ആ കളറ് ചേഞ്ച് ചെയ്യും. ആ പേപ്പറിന് പറയുന്ന പേരെന്താ? ലിറ്റ്മസ് പേപ്പറാണ് അല്ലേ.
അപ്പോൾ ചെമ്പരത്തി ഒഴിച്ച പേപ്പറിൽ എന്ത് കളറായിരിക്കും? നീല കളറായിരിക്കും. അതിൽ നാരങ്ങ നീര് ചേർക്കുമ്പോൾ ആ കളർ നീല എന്ത് കളറായിട്ട് മാറും? ചുവപ്പ് കളറായിട്ട് മാറും. കാരണം നാരങ്ങ നീരിൽ സിട്രിക് ആസിഡ് ഉണ്ട് അല്ലേ? ആസിഡ് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് ആ കളർ മാറുന്നത് കേട്ടോ. ഈ പ്രവർത്തനം നോക്കൂ. ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചിത്വ വാരാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെട്ട ശുചീകരണത്തിൽ ശേഖരിച്ച പേപ്പർ, വാഴയില, പ്ലാസ്റ്റിക് കവർ, മൊബൈൽ ഫോൺ, ബാറ്ററി, പേപ്പർ കപ്പ്, തെർമോക്കോൾ, പ്ലാസ്റ്റിക് ബോട്ടിൽ, ബൾബ്, ചില്ല് കഷ്ണം, ചെരുപ്പ്, ബാഗ്, മിഠായി, കവറുകൾ എന്നിവ ഉചിതമായ കൂട്ടങ്ങളാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കതിനെ ജൈവ മാലിന്യം, അജൈവ മാലിന്യം, അതുപോലെ തന്നെ അപകടകരമായ മാലിന്യം മൂന്നായിട്ട് തരംതിരിക്കുക അല്ലേ? അപകടകരമായ മാലിന്യത്തിൽ എന്താ വരിക? മൊബൈൽ ഫോൺ, ബാറ്ററി അല്ലേ? യെസ്. ജൈവ മാലിന്യത്തിൽ പേപ്പർ, വാഴയില ജൈവ മാലിന്യത്തിലാണ് വരിക അല്ലേ? അജൈവ മാലിന്യത്തിലാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അജൈവമാണ് അല്ലേ? യെസ്. ബി ക്വസ്റ്റ്യൻ നോക്കാം. മാലിന്യങ്ങളെ ശാസ്ത്രീയമായി വേർതിരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? അത് നമുക്ക് പരിസര മലിനീകരണം തടയാം, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും കുറയ്ക്കും അല്ലേ? യെസ്. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ സാധാരണഗതിയിലെ ഹൃദയസ്പന്ദന നിരക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്ത ബോക്സിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഓടിക്കളിച്ചതിന് ശേഷമുള്ള ഹൃദയസ്പന്ദന നിരക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നൽകിയിരിക്കുന്ന പട്ടികകൾ അപഗ്രഥിച്ച് നിഗമനത്തിലെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സാധാരണഗതിയിൽ ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും തുല്യമാണ്. എന്നാൽ കഠിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ എന്താണ്? രക്തയോട്ടം വർദ്ധിക്കും അല്ലേ? യെസ്. ഊർജ്ജക്ഷമത കൂടും. അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിരക്ക് കൂടും കേട്ടോ. അതുകൊണ്ടാണ് ഹൃദയസ്പന്ദന നിരക്കും കൂടുന്നത്. ഈ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? നല്ല ഭക്ഷണം കഴിക്കുക അല്ലേ? അതുപോലെ തന്നെ നന്നായിട്ട് എക്സസൈസൊക്കെ ചെയ്യുക. പിന്നെ എന്താണ്? ദുശീലങ്ങൾ, പുകവലി, മദ്യപാനം അതൊക്കെ ഒഴിവാക്കുക. ഓക്കെ. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അടുക്കളയുടെ പിന്നാമ്പുറത്ത് തനിയെ മുളച്ച ഒരു മത്തവള്ളി നന്നായി വളർന്നു എങ്കിലും കായ്കൾ 2 3 മാത്രമാണ് ഉണ്ടായത്. ബാബു പറഞ്ഞത് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും അതിൽ ധാരാളം കായ്കൾ ഉണ്ടാവാതിരുന്നത്? അതെന്തുകൊണ്ടാണ്? അത് നല്ല പരിചരണക്കുറവ് കൊണ്ടാണല്ലേ? യെസ്. അതുപോലെ തന്നെ അത്യുൽപാദന ശേഷിയില്ലാത്ത വിത്തിനായതുകൊണ്ടുമാണ് ഒരുപാട് കായ്കൾ കിട്ടാഞ്ഞത് അല്ലേ? ഇനി നല്ല വിളവ് ലഭിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല മണ്ണ് വേണം, വളക്കൂറുള്ള മണ്ണ് വേണം, അനുയോജ്യമായ കാലാവസ്ഥ, നല്ല വിത്തുകൾ വേണം അല്ലേ? വിത്തുകളും അതുപോലെ തന്നെ നടീൽ വസ്തുക്കളും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.